ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് ഞാനിപ്പോ വെയർ ചെയ്തേക്കേണ്ട കുറച്ച് ഹെവി പീസ് ആണ്. ഇത് നമ്മൾ കുറെ പ്രാവശ്യം റിപ്പീറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും ഒത്തിരി പേരുടെ എൻക്വയറീസ് ഇതിന് വരുന്നുണ്ട്. അപ്പം ഇതിന്റെ മിക്ക കളേഴ്സും ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയി. എന്നാലും ഞാനിപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഡയറക്റ്റ് ആയാലും ഷോപ്പിൽ നിന്ന് കൂടുതൽ മൂവ് ആയ ഒരു കളർ ഇതാണ്. അപ്പം ഇതിൽ നമ്മൾ ഇതേപോലെ നെക്ക് ഒരു വി നെക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു വി കട്ടിങ് ഇങ്ങനെ ഒരു കോളർ അല്ല, ഒരു വി വേറൊരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന പാറ്റേൺ തന്നെയാണ്. ഇത് പ്യുവർ ക്രേപ്പ് സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. ക്രേപ്പ് ലൈനിങ് ആണ് ഇട്ടേക്കുന്നത്. ബട്ടർ ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ. നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം ഇത്. പിന്നെ ഇതിന്റെ തന്നെ ഞാൻ ഒത്തിരി കളേഴ്സ് പാറ്റേണുകൾ കാണിച്ചായിരുന്നു. ഇപ്പൊ ഇത് തന്നെ ഈ ഒരു ഫാബ്രിക് വേണമെങ്കിൽ തന്നെ നമ്മൾ ഇതിപ്പോ 2990 പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന് വരുന്നത്. കാരണം ബാക്കും ഫ്രണ്ടും എല്ലാം നമ്മൾ ഈ ഒരു പാറ്റേണിൽ ചെയ്തേക്കണോണ്ട് ഇതിനകത്ത് കാണുന്നത് ഫുൾ വർക്കാണ് കേട്ടോ. ഇത് ഈ ഫാബ്രിക്കിലോട്ട് നമ്മൾ ഇതേപോലെ വർക്ക് ചെയ്യിപ്പിച്ചേക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു ഷെയ്ഡാണ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു. ഇതിന്റെ നെക്ക് ഈ ഒരു പാറ്റേണിലോട്ട് സ്കാൽപ്പ് ഒക്കെ ചെയ്തേക്കുന്നതാണ്. ഇതിന് നമ്മൾ ഈ ബാക്ക് പ്ലെയിൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ അപ്പ വരുമ്പോൾ നമുക്ക് 2150 ആ റേഞ്ച് ഒക്കെയാ വരുന്നത് ബാക്ക് പ്ലെയിൻ കൊടുക്കുമ്പോൾ. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഇത് നമ്മൾ ഈ സെയിം തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ പാറ്റേണിലോട്ട് ചെയ്യാം. അതല്ല എങ്കിൽ ഇതിന്റെ തന്നെ ബാക്കും ഫ്രണ്ടും സെയിം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മളിപ്പോ ഇങ്ങനെ കൊടുത്തുന്നേ ഉള്ളൂ. അപ്പൊ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കണ്ടോ, ഈ ഒരു ഷെയ്ഡ്. ഇത് വന്നിട്ട് പ്യുവർ വിസ്കോസ് ഓർഗൻസ ഫാബ്രിക് ആണ് വരുന്നത്. അതും നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം. ഈ തേർഡ് കളർ വന്നിട്ട് ഇതേപോലെ ഈ ഒരു നല്ലൊരു യെല്ലോ, ഇരുണ്ട യെല്ലോ ഇല്ലേ, ഒരു തെളിഞ്ഞു നിൽക്കുന്ന ഓവർ മഞ്ഞയല്ല. ഇതും നമ്മൾ ഈ ഒരു പാറ്റേണിലോട്ട് ചെയ്തേക്കുന്നത് കണ്ടോ. ഇതേപോലെ ഇതിന്റെ വർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ അടുത്തത് ലാവൻഡർ കളറാണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇത് ബോട്ട് നെക്ക് ഇതുപോലെ തന്നെ സ്കാൽപ്പ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ലാവൻഡർ വരുന്നത്. ഇതെല്ലാം വേറെ ഇതിലുള്ള ഫോട്ടോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ വന്നിട്ട് ഈ ഇത് ഒരു ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാട്ടോ. അത് അതിന് താഴെ കൊടുക്കുന്ന ലൈനിങ് നമ്മൾ ക്രേപ്പ് ലൈനിങ് കൊടുത്ത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് കൊടുത്താൽ അതും കൂടെ വേറെ കളറിലേക്ക് വരും. അതുപോലെയാണ് ഇത് വരുന്നത് കണ്ടോ. ഈ ഒരു കളർ കോമ്പിനേഷൻ കളർ വിത്ത് വി നെക്കാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ മെറ്റീരിയൽ നമുക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. കാരണം ഇത് ലാസ്റ്റ് പീസ് ആണ്. ഇതുപോലെ ഉണ്ടാവും മെഹന്തി കളറാണ്. ഇതിനകത്തോട്ട് ഹാഫ് കോളർ വിത്ത് വി നെക്കാണ് ഇതിന്റെ വർക്ക് കണ്ടത്. ഭംഗിയാന്ന് നോക്കിയ ഫുൾ വർക്കാണ് കേട്ടോ. ഇത് ഈ ഫാബ്രിക് രണ്ടും സെയിം ആണ്. ഇതിന്റെ രണ്ടും ഡിസൈൻസ് സെയിം ആണ്. ഇത് കണ്ടോ, ഇത് ഇതേപോലെ നല്ല സൂപ്പർ യെല്ലോ കളറാണ് കേട്ടോ. നല്ല ഭംഗി ഹാഫ് കോളർ വിത്ത് വി നെക്കാണ് ഇതിനകത്ത് വന്നിട്ട്. ഫേവറേറ്റ് ആയിട്ടുള്ള കളറാണ് ബ്ലാക്ക്. ഇതുപോലെ ബ്ലാക്കും ഈ ഒരു സെയിം തന്നെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇത് ഹാഫ് കോളർ വിത്ത് വി നെക്കാണ്. ഇതൊക്കെ വേറെ പാറ്റേൺസ് ചെയ്യാൻ നമുക്ക് ഫാബ്രിക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. ഇതിന്റെ ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതുപോലെ ഉണ്ടാവും ബ്ലാക്ക്. നല്ല അടിപൊളി കളറാണ് ബ്ലാക്ക്. പിന്നെ ഇതുപോലെ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ്. ഇതിന്റെ കുറച്ചുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. ഞാൻ നോക്കേണ്ടത് അവിടെ മെറ്റീരിയൽ ഉണ്ടോന്നാണ് കേട്ടോ. അതോ മെറ്റീരിയൽ ഇതുപോലെ ഇത് ചെയ്യാനായിട്ടുള്ള ഫാബ്രിക് ഉണ്ട്. അപ്പൊ ഇതുപോലെ ഇത് എങ്ങനെ നെക്ക് പാറ്റേൺ നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ നെക്ക് വേണമെങ്കിൽ ചെയ്യാം, ഹാഫ് കോളർ വിത്ത് വി നെക്ക് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നെക്ക് പാറ്റേൺസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. റെഡ് വരും. ഇത് ഇങ്ങനെ ഒരു പൈപ്പിംഗ് വെച്ചിട്ട് ഗോൾഡൻ കളർ ഇതുപോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ ഈ പാറ്റേണിലോട്ടും ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇതിന്റെ ഈ ഒരു പീസും കൂടി ഉണ്ട് കേട്ടോ. ഈ നെക്കിലോട്ടുള്ളതും ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അതും പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഇത്രയാണുള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണുള്ളത്. അപ്പൊ ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മളൊരു 10 to 15 വർക്കിംഗ് ഡേയ്സ് അത്ര എടുക്കൂല. എന്നാലും പറയേണ്ടതാണ്. ആ ടൈമിലായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 2990 പ്ലസ് ഷിപ്പിംഗ് ആണ്. ബാക്ക് പ്ലെയിൻ ആയിട്ട് വരുന്നത് 2150 പ്ലസ് ഷിപ്പിംഗ് ആണ്. ഓക്കെ, താങ്ക് യു.